ഹായ് ഗായ്സ്, സിന്ധു അടുക്കളയിൽ എന്തോ പരിപാടിയാണ്. എന്നാ പരിപാടിയാന്ന് നമുക്ക് എന്ന് നോക്കാം. വീഡിയോ എടുക്കണോ? അല്ലെന്നേ, ചട്ടിച്ചോറല്ല, ചട്ടിദോശ. ചട്ടിദോശ ഞാൻ രാവിലെ അങ്ങനെ പതിവില്ലാതെ കാപ്പി കുടിക്കുന്നതല്ല. അപ്പോഴത്തേന് ഇന്ന് എനിക്ക് ചമ്മന്തി കൂട്ടി കാപ്പി കുടിക്കണമെന്ന്. ദോശ ആയതുകൊണ്ടാണ്, എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇവിടെ ഇന്നലത്തെ സാമ്പാർ ചട്ടി ഇരിക്കുക. അപ്പം അതിൻ്റെ അകത്തോട്ട് മൂന്ന് ദോശ എടുത്തിട്ടുള്ളേ. 3 ദോശ സാമ്പാറിൻ്റെ അടിയിൽ ഇച്ചിരി ഉണ്ട്. ബാക്കി എല്ലാവരും കുട്ടം കൂട്ടിയതാണേ. ഇതും കൂട്ടി കഴിക്കാൻ തോന്നി. അങ്ങനെ സിന്ധു ചട്ടിക്കകത്ത് ചാടി. എല്ലാവരും ചട്ടിച്ചോറല്ലേ, ചട്ടി ദോശ, ചട്ടി ബിരിയാണി ആയി, ചട്ടിച്ചോറായി. പറഞ്ഞു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാൻ. വേണ്ടെന്ന് പറഞ്ഞു. വേണോ? ഇവിടെ ദോശ കഴിച്ച ഇങ്ങനെയുണ്ട് ചട്ടി ദോശ. അടിപൊളി. എനിക്കത്ര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. എനിക്ക് രാവിലെ കഴിക്കാൻ കാന്താരിമുളക് വെച്ച് ചമ്മന്തി അരക്കണം. മുളക് പൊടി കാന്താരിമുളക് കിട്ടിയില്ല. കാന്താരിമുളക് ഇപ്പൊ കിട്ടാനില്ല. സാധാരണ രാവിലെ എനിക്ക് പറ്റത്തില്ല കാപ്പി കുടിക്കാൻ. എന്ത് ചെയ്താൽ ഇറങ്ങാൻ. ഇതിപ്പം നോക്കിക്കണം. ഇപ്പം അകത്ത് നിന്നിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടിടും. അങ്ങനെ ചട്ടിയിൽ ചാടി സിന്ധു അമ്മ കഴിക്കും. ഇനി ഞങ്ങളുടെ ചെറിയ ചെറിയ പരിപാടി കാണാം. രാവിലെ ഒന്നും ചെയ്തില്ല. ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, ചോറ് ഇരിപ്പുണ്ട്, ചൂടാക്കണം. പിന്നെ എന്നാ കറി ഇരിപ്പുണ്ട് മോനെ? കറി തൈരുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ വെക്കണം, അല്ലെങ്കിൽ ഓംലേറ്റ് അല്ലേ? ഓംലേറ്റ് എളുപ്പം ഇച്ചിരി മുളക് ചമ്മന്തി. ഓക്കെ, അതാണ്. പിന്നെ കുറച്ച് പണികളുണ്ട്. നമുക്ക് കാണാൻ എന്തൊക്കെയാണ് ഇന്നത്തെ പണികൾ. ഞങ്ങൾ പറ്റുന്ന പോലൊക്കെ എടുക്കാം അല്ലേ? അപ്പോൾ എടുക്കാം കേട്ടോ കൂട്ടുകാരെ. സിന്ധുവമ്മ ഇവിടെ എൻ്റെ ഡ്രസ്സൊക്കെ അലക്കുവാണ്. കണ്ടോ, എൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത് പാൻ്റൊക്കെ നന്നായിട്ട് അലക്കിയെടുക്കും സിന്ധുവമ്മ. കണ്ടാ അമ്മയുടെ ശക്തി പുറത്ത് കാണിക്കും സിന്ധുവമ്മ. ഒരു പുറകിൽ ഒരാൾ നിന്ന് കണ്ടോ ഗൈസ്? കണ്ടോ കുട്ടു? ഹായ്, ഒരു ഹായ് പറഞ്ഞേടാ നമ്മുടെ ഗൈസിനോട്. കണ്ടോ, ഒരു ഫോൺ കാണാൻ അറിയാവേ, അത് മോഹൻ തിരിക്കുവാണേ. കുട്ടികൾക്ക് പറ്റിയ ഷർട്ടായിട്ടോ. നല്ല സുഖം. 100 രൂപയേ ഉള്ളൂ. ഷോപ്പ് സെയിൽ. ആദ്യക്കുട്ടിന് വീട്ടിൽ ഇടാനല്ല ഞാൻ ഇതുപോലെ എടുക്കും. നല്ല ഷർട്ടായിട്ടോ. 2 100 രൂപയ്ക്കല്ലേ? അല്ലല്ല, ഒരെണ്ണത്തിന് 100 രൂപ, 150 രൂപ, 100 രൂപ. പല കളറൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഫാഷനാണ്. എനിക്ക് ഇതുപോലത്തെ 4 എണ്ണം ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി കുട്ടിക്കാരി. അല്ലെങ്കിൽ നമുക്ക് 400 രൂപയുടെ ഷർട്ട് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിൽ നിന്ന് നമുക്ക് 4 ഷർട്ട് വാങ്ങാം അല്ലേ? ഷർവാണി നമ്മുടെ അടിപൊളിയായിരുന്നു. കടയിൽ നിന്ന് ഷർവാണിയൊക്കെ വാങ്ങാൻ പോയാൽ നമ്മുടെ പോക്കറ്റ് കീറും. ഇപ്പോൾ ഇതിൽ നിന്നാകുമ്പോൾ അടിപൊളി ഷർവാണിയും കിട്ടും. അടിപൊളിയാണ്. കളറൊന്നും പോകുന്നില്ല കേട്ടോ, നല്ലതാ, നല്ല പണിയാണ്. ഇത് അലക്കിയപ്പം വേറെ നിറം അല്ലേ? നല്ല കേട്ടോ. അലക്കി കഴിഞ്ഞപ്പോൾ ചുമപ്പായി. ആദ്യം ഒരു ദിവസം സ്കൂളിൽ ഇട്ടതിൻ്റെ ഉള്ള ചെറിയേ ഉള്ളൂ. അപ്പം അല്ലാതെ കളറൊന്നും പോകുന്നില്ല. നല്ല ഇതാണ്. ആയിക്കോട്ടെ, ഇങ്ങനെ നോക്കിയിരിക്കുക എന്നെ പണി ചെയ്യും. ഒരാളെ കാണിച്ചു തരാവേ. നമ്മുടെ ടൈഗറിനെ പോലെ കിടക്കുന്ന കുട്ടൂസ്. സിന്ധുവമ്മയെ കാണുമ്പോ എവിടെ ഉണ്ടേലും പറന്ന് വസ്ത്രം വിട്ടാതെ വരുന്നതാണ്. ഇത്രയും നേരം നീ കിടന്ന് വിളിച്ചിട്ട് വന്നില്ല. ഞാൻ ഇവിടെ ഒച്ച കേട്ടപ്പോൾ കൂടി വന്നു. ഓട് നോട്ടം കാണണം. കഴിവട്ടെ കേട്ടോ കൂട്ടുകാരി. നമ്മുടെ സുന്ദരി അവിടെ നിപ്പുണ്ട്. സുന്ദരി അമ്മ ഗുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. പണിയൊന്നും ചെയ്യത്തൂല. അത് സുന്ദരി അമ്മയെ കുറിച്ചൊരു കവിത എഴുതണം. പ്രഭാതത്തിൽ നമ്മൾ അതിൻ്റെ എടുത്തില്ലായിരുന്നല്ലേ? ഇതിന്റെ പല സൈസ് ഉണ്ട്. ഇതിന്റെ ബാത്റൂം അഴുകുന്ന അടിപൊളിയാ. ചെളിയും പോവും. എടാ ഇതഴിച്ചാ ഞാൻ ബാത്റൂം അഴിക്കുന്നു. ആണോ? ചെളി പോകുന്നുണ്ട്. അപ്പുറം കല്ലുണ്ട് കൂട്ടുകാരെ, പക്ഷെ അവിടെ പോയി ഇരുന്ന് കഴുകാൻ പാടായിരിക്കും. അതുണ്ട്, അവിടെ കാണാമേ. അതാണ് നമ്മുടെ കല്ല്. ചെളിയൊന്നും ഇല്ല. അതിക്കൂടെ ഒന്ന് ഇട്ടോ ഒന്ന് കയ്യൊന്ന് വെക്കാൻ ചവിട് പോലെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ പണിയല്ലേ. നമ്മുടെ അലക്കലിന് നമ്മുടെ സ്റ്റൂളെടുത്ത് വെച്ച് അങ്ങോട്ട് പെരുമാറുക. അതൊന്ന് വാഷിംഗ് മെഷീൻ ഇട്ട് ഇറക്കണം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അലക്കി തന്നെ പറ്റത്തുള്ളൂ. കൂട്ടുകാരെ, ഞാൻ തുണി കഴുകിക്കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാച്ചിൽ കിട്ടി.
കാച്ചിൽ ഒത്തിരി ദിവസമായി നമ്മൾ കാച്ചിൽ നിന്നിട്ട് നമ്മുടെ പറമ്പിൻ്റെ മുകളിൽ ഒരു മൂട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ നമുക്കിന്ന് പറിച്ച് ഞങ്ങൾ പോലും അറിഞ്ഞില്ല, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സാധനം അറിഞ്ഞ കേട്ടോ, പറിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിത് പുഴുങ്ങാം. കാച്ചിൽ പുഴുക്ക് ആദ്യക്കൊട്ടും ഇഷ്ടമാണോടാ കാച്ചിൽ പുഴുങ്ങിയത്? ഈ എച്ചിന് മുമ്പ് പറഞ്ഞു വേണ്ട എനിക്ക് ഇഷ്ടമല്ല, ഇപ്പം പറയാം എനിക്ക് ഇഷ്ടമാണ്. ആദ്യക്കൊട്ടും പറയാം എനിക്ക് കിഴങ്ങ് വർഗ്ഗത്തിൽ ഈ ചേമ്പ് ഇഷ്ടമല്ല. ചേമ്പ് ഇഷ്ടമല്ല. ചേമ്പ് കിട്ടി കേട്ടോ, 5-6 ചേമ്പും ഉണ്ട്. കാച്ചിൽ പുഴുങ്ങി ചെത്തിയെടുക്കാൻ ഇത് മതി. ആർക്കൊക്കെയാണ് കാച്ചിൽ ഇഷ്ടമുള്ളത്? നീലക്കാച്ചിലാണോ? അല്ലല്ലോ, ആ തൊലി ഉണ്ടോ? ചേന കാച്ചിലൊന്നും കിട്ടുകയില്ല, പന്നി കളയും. അതുകൊണ്ട് ഒന്നും നടാതിരുന്നു. ഈ പ്രാവശ്യം അപ്പുറേ പറമ്പിൽ കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു, പന്നിയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പം പന്നി വരുന്നില്ലെന്ന് മനസ്സിലായി. ഞാൻ അടുത്ത വർഷം എന്നാ ചേമ്പ് നടണം. ഈ മഞ്ഞിൻ്റെ ഒന്നും കിട്ടത്തൊന്നുമില്ല. എന്നാ നട്ടരുത് പച്ചമുളകൊക്കെ നട്ടിട്ട് ഇലയെല്ലാം മൊത്തം ഒരു സൈസ് പ്രാണി തിന്നോ. ഞാൻ എന്നേലൊക്കെ നേരത്തെയൊക്കെ നടുവായിരുന്നു, എൻ്റെ മുറ്റത്ത് പയറും എല്ലാം നടുവായിരുന്നു, പച്ചക്കറിയൊക്കെ. ഞാൻ ഒന്നും നടുകയില്ല. അപ്പം എന്തിൻ്റെ ഇല മൊത്തം എന്തോ ഒരു സൈസ് പ്രാണി കളയുക. അപ്പോൾ പാടുപെട്ട് കഷ്ടപ്പെട്ടിട്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കാണിച്ചു മറ്റേ മുളക് ഇതിൻ്റെ എത്രയും പോയിട്ടില്ലേ? ഇതാണ് ഈ ഇലയൊക്കെ കണ്ടോ, കിഴുത്തിയ മറ്റേ മുളക് കണ്ടോ? ഏതാ കണ്ടോ? അപ്പം ഇതൊക്കെയാണ് കാച്ചിൽ ചെത്തിയെടുക്കാം. അതുകൊണ്ടാ ഞാൻ കാച്ചിൽ ചെത്തുമ്പോൾ തന്നെ വെള്ളം വിടുവോ? അപ്പം നമുക്ക് എളുപ്പം പുഴുങ്ങിയെടുക്കാം. കാന്താരിമുളകില്ല, അതുകൊണ്ട് പച്ചമുളക് പൊട്ടിക്കണം. കുരുമുളക് പറ്റില്ല പോകണം. നല്ല കാന്താരിമുളകാണ് കാച്ചിലിന് ബെസ്റ്റ്. പക്ഷേ ഇല്ല, നമ്മൾ വൃത്തിയാക്കി കേട്ടോ, ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി വെള്ളം ഒഴിച്ച് വേവിക്കണം. അകത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ കാച്ചിലൊക്കെ പുഴുങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ 2-3 തുണി കഴുകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. 12 മണിയായപ്പോൾ ഇറങ്ങി തുണിയെല്ലാം കഴുകിയിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് ആ സൈഡിൽ ചെന്ന് ചുമ്മാ നോക്കാമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇച്ചിരി ചപ്പും ചോറും ഒക്കെ ഉണ്ടായിരുന്നു, കത്തിച്ചൊക്കെ കളയാം. അവിടെ മൊത്തവും ചപ്പ്. ഒത്തിരി ദിവസമില്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തൂത്തൊന്നും വരുന്നില്ല. അതുകൂടെ എല്ലാം കൂടെ പാവം കുഞ്ഞല്ലേ, അതിൻ്റെ കൂടെ ഒന്നും കൂടെ വീണ് ഈ കൈക്കും കുഴയ്ക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അതും ചെയ്യാൻ പറ്റത്തില്ല. മൊത്തം കഷ്ടകാലമാണ്. എന്തോ ഒന്നും പറയണ്ട, അനുഭവിക്കുക. നമുക്ക് വിധി തമ്പുരാൻ ഒന്ന് വിധിച്ചിട്ടുണ്ട്, അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. അത് ആരാണെങ്കിലും ഞാനാണെങ്കിലും മറ്റുള്ളവരാണ്, നമുക്ക് തലയിൽ എഴുതിയിട്ടുണ്ട്, അത് അനുഭവിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ആരോടും പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വേദനയുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഇന്നപ്പോൾ ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ തൈരും മുളക് ചമ്മന്തിയൊക്കെ കൂടി കഴിച്ചോളാമെന്ന് പറഞ്ഞു. അതൊക്കെ കൊണ്ട് ഇറങ്ങിയതല്ലേ, പിന്നെ ചോറും കറിയും വെക്കാനേ സമയം കാണത്തുള്ളൂ. അപ്പം എൻ്റെ ജോലിയും അത് തന്നെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മടുക്കുക സത്യം പറഞ്ഞാൽ. വയ്യ എനിക്ക്, എൻ്റെ മുഖത്തെല്ലാം നല്ല നീരാ. എന്നാ ചെയ്യാനോ, അതിൻ്റെ കൂടെ എൻ്റെ കാലെന്നാന്നറിയത്തില്ല, ചെറുതായിട്ട് അഴുക്കുന്ന പോലെ തോന്നുന്നു, എന്താണെന്നറിയില്ല. അതൊക്കെ ഒരു വഴിക്ക് കിടക്കും. അപ്പം അത് കഴിഞ്ഞ് അതെല്ലാം ചെയ്തിട്ട് വന്നപ്പോഴത്തേനും നമുക്ക് കാച്ചിൽ കിട്ടി. അപ്പോൾ കാച്ചിൽ ചെത്തി വൃത്തിയാക്കി ചെത്തുന്നതൊക്കെ കാണിച്ചല്ലോ. ഇനി നമ്മൾ പുഴുങ്ങിയിട്ടുണ്ട്, ഇനി ഇത് കഴിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസവും. എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, അതിക്കൂട്ടിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ എന്നാ വീഡിയോ എങ്ങനെ എടുക്കാനാണ്? പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലും സ്റ്റിക്കൊക്കെ വെച്ച് ചെയ്താലും എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ബോഡി കാണിച്ച് വീഡിയോ ഇടാനൊക്കെ ഒരു പ്രയാസമുണ്ട്. എന്തിനാണ് വെറുതെ ഓരോരുത്തരെ കൊണ്ട് അതിനൊന്നും പറയിപ്പിക്കുന്നതെന്ന് ഓർത്ത് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഞാൻ ഇതുവരെ അങ്ങനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളറിയും. കാരണം ഞാൻ അപ്പോഴെന്തെങ്കിലും വീഡിയോ എടുക്കും, എനിക്ക് ആകെ കിട്ടുന്നത് ഞാൻ ഇറങ്ങാൻ പോവാം. അല്ലാതെ പുറമായിട്ട് ഒരു ടച്ചും ഇല്ല. പിന്നെ ആരെയും വന്നു, വന്നില്ലേ വന്നില്ല, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ജീവിതം. എൻ്റെ വീട് തന്നെയാണ്. ഇനി ഇവർ 2 പേരും, പിന്നെ മുകളിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വരുമ്പോൾ ആ ചേച്ചിയെ കാണും, അത്രയേ ഉള്ളൂ. അപ്പം കാച്ചിൽ പുഴുങ്ങി കഴിക്കട്ടെ കേട്ടോ. മുളകൊക്കെ പൊട്ടിച്ച്, കാന്താരിമുളക് കിട്ടിയില്ല, അതുകൊണ്ട് പച്ചമുളക്. അതിക്കൂട്ടം കുളിച്ചിട്ട് വന്നെന്ന് തോന്നുന്നു. വിശന്നിട്ട് വയ്യ, ചോറ് കഴിച്ചിട്ടില്ല. അപ്പം കാച്ചിലുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചേമ്പ് ഇട്ടതാണ്. എനിക്ക് ചേമ്പ് അത്ര രസമല്ല കേട്ടോ. അമ്മയ്ക്കും അതിക്കൂടെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും എടുത്തിട്ടു. ഇത് പേടിയാണ്, ചൊറിയൊക്കെ ചെയ്യുമെന്ന്. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടം എനിക്ക്, കാച്ചിൽ. ഭയങ്കര ചൂടാവും. കാച്ചിലും ഇങ്ങനെ മുളക് പൊട്ടിച്ചതും ഇങ്ങനെ എടുത്ത് വെച്ച് സൂപ്പറാണ്. ഞാൻ പറയുമായിരുന്നു അമ്മയോട്, കൂട്ടരെ എൻ്റെ കാച്ചിൽ ആദ്യക്കൂട്ടൻ വന്നിട്ടുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞ് കാച്ചിൽ ഇവിടെ വെച്ചു എന്ന് പറഞ്ഞിരിക്കുവാണേ. ഇന്നലെ ഞാൻ കപ്പ കഴിഞ്ഞ ദിവസം വേവിച്ചിട്ട് കപ്പയുടെ 2 കഷ്ണം കണ്ട് ചുമ്മാ വേവിച്ചിട്ട് കടുക് വറുത്തെടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ട, വേണേ തിന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് വായി വെച്ച് കൊടുത്താൽ പറയും അമ്മേ നല്ല സൂപ്പറാണ്, ഞാൻ തിന്നോളാന്ന്. അതില്ലായിരുന്നു, ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഇത് തിന്ന് നോക്ക്, അപ്പം നീ സൂപ്പറാന്ന് പറയും. ഓടിവാ. അപ്പം വന്ന് കഞ്ഞിക്ക് അരിയിട്ട് ഹായ് ഗൈസ് അരിയൊക്കെ ഇട്ട് വന്ന് കഴിക്കുക. സമയം എന്നാന്ന് അറിയാം, 5:45 പെട്ടെന്ന് കഴിക്കണം, 6 മണി കറി. സൂപ്പറല്ലേ? ഇതാ നിൻ്റെ ചേമ്പ് നോക്കാം. ചേമ്പാണ് കാച്ചിലാണ് നല്ലതെന്ന് പറയാം. ഞാൻ പറയാമെന്ന് സ്ഥലമുണ്ട്, നമുക്ക് മൊത്തം ചേമ്പ് വെക്കാം. അതാകുമ്പം
ഒത്തിരി പണിയില്ല, നമുക്ക് പണിക്കാരെ കുറിച്ച് മുതലാകുകയല്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ല പണിക്കാരെ നിർത്തി പൈസ കൊടുക്കാൻ. 800 രൂപയും ചിലവും കൊടുക്കും. അവർക്കും അത് ചെയ്താലേ വരുമാനം അവരുടെ വീട്ടിൽ. നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് ആണോ അന്ന് ചേമ്പെടുത്തുന്നു, ഞാൻ കാച്ചിലെടുത്തുന്നു. എന്നിട്ട് 2 ദിവസം ഞാൻ ഈ വിറകില്ലായിരുന്നു ഒട്ടും. 2 ദിവസം നിന്ന് പണിക്കാരെ നിർത്തിയ വിറക്. പിന്നെ ഇവിടെ എല്ലാം കാടി ചെത്തിച്ചു, പല ഇഴജന്തുക്കളും ഒക്കെ കയറി കിടന്നാലോ എന്ന് ഓർത്ത്. പിന്നെ വേറൊരു വിശേഷമുണ്ട് കൂട്ടുകാരെ, അത് കൂടെ ഗിഫ്റ്റ് കൊടുത്തില്ല, വലിയൊരു ബോൾ. പിറ്റേ ദിവസം ആ ബോൾ ഇവിടെ വെച്ചിരുന്നു, കാണാനില്ല. പിന്നെ കണ്ടിട്ടേ ഇല്ല ബോൾ. ആ ബോൾ എന്ത് ചെയ്യുന്നു, എവിടെ പോയെന്നോ ഒന്നും അറിയത്തില്ല. കരയണ്ട. ഞാൻ പറഞ്ഞു സൂക്ഷിച്ചില്ലെങ്കിൽ സൂക്ഷിക്കണം, പിള്ളേരായ എല്ലാം സൂക്ഷിക്കാൻ പഠിക്കണം എന്നൊക്കെ. അത് ഗോവിന്ദയായിപ്പോയി. ഞാൻ വെളിയിൽ കൊണ്ട് വെച്ചതാ, പിന്നെ കണ്ടില്ല. അതുകൊണ്ട് മുളക് കൂട്ടിക്കോളും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അവനെ ഫോളോ ചെയ്യുക. ഞങ്ങളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. കഴിക്കട്ടെ കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളം എടുത്തോ ഞാൻ.